അളവ് കൂടാതെ നിങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു വെള്ളിയാഴ്ച കൂടി വൈകുന്നേരം ക്രിസ്തീയിലെടുത്ത് വരുവാൻ തന്ന കൃപകൾക്കായി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നതാ. ഈ പാണ്ഡമികത്തിന്റെ കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും സഭയോട് അടുത്ത് വരുവാൻ കൃപകൾക്കായി സ്തോത്രവും സ്തുതി അർപ്പിക്കുന്നത് അതാ. ഞങ്ങളെ ചെയ്യുന്നു. സഭയെ പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഞങ്ങൾ ഉണ്ടാകണം. തിരുവനന്തപുരം സഭാജനങ്ങളെയും ഭരണേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതാ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് കരുണ തോന്നണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി വെള്ളിയാഴ്ച പ്രാർത്ഥനയായി നമുക്ക് ഒന്നിച്ചു കൂടുവാൻ സാധിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തുടർന്ന് നടക്കുന്ന ക്രമീകരണത്തെക്കുറിച്ചൊന്ന് ഓർപ്പിക്കുക കൂടി ചെയ്യുകയാണ്. ആദ്യം പാട്ട് പാടുന്നതും സങ്കീർത്തനം വായിക്കുന്നതും വേദഭാഗത്തിന് നേതൃത്വം നൽകുന്നതും അനിഷ ആൻഡ് ഫാമിലി ആണ്. അതിനുശേഷം ഒരു പാട്ടും മധ്യസ്ഥ പ്രാർത്ഥനയും ഹാരി ഹെർബർട്ട് സാർ നേതൃത്വം നൽകും. അതിനുശേഷം അലക്സ് ആൻഡ് ഫാമിലി പാട്ടും, അതിനുശേഷം നമ്മുടെ സഭയിലുള്ള പ്രിയ ജോളി ആൻറ്റി നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമായ മെസ്സേജ് നമുക്ക് നൽകുന്നതാണ്. തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന പൂർത്തീകരിക്കാം. അടുത്തതായിട്ട് അനിഷ ആൻഡ് ഫാമിലി ഇപ്പോൾ നമുക്ക് പാട്ടിന് നേതൃത്വം നൽകി വേദഭാഗങ്ങളെ നയിക്കും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോന് സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രനാം നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രനാം നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ.
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പതിനഞ്ചാം സങ്കീർത്തനം 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ലൂക്കോസ് 19:1-10 വരെ. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുകയായിരുന്നു. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. നീളം കുറഞ്ഞവനായതുകൊണ്ട് ജനക്കൂട്ട നിമിത്തം കഴിഞ്ഞില്ല. അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവെ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ കൈവന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തയ്യാറെടുക്കുക. അതിന് മുമ്പായിട്ടൊരു ഗാനത്തോടെ ഹാരി ഹെർബർ സാർ നമ്മെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നയിക്കും. അതിന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് നമുക്ക് 215 കീർത്തനം, നമ്മുടെ കീർത്തനത്തിലെ 215 കീർത്തനമാണ് പാടുന്നത്. എന്റെ സ്വരം ഇമ്പമെനിക്കത താൻ തിരുവചനമൂലം എന്നോ കേൾക്കുന്നു ഞാൻ. എൻ പ്രിയന്റെ സ്വരം അൻപോടെ നൽകുന്നു. എൻ പാപത്തിനു മോചനം ഞാൻ പിഴച്ചിടുമ്പോൾ. എൻ പ്രിയന്റെ സ്വരം ഞാൻ ദുഃഖിക്കും നേരം സദയം താരുന്നെനിക്ക് മധുര്യാശ്വാസത്തെ. എൻ പ്രിയന്റെ സ്വരം ഏകിടുന്നു സുഖം. രോഗത്താൽ വലയുന്നോരു ദേഹത്തിനെപ്പോഴും. എൻ പ്രിയന്റെ സ്വരം എന്റെ പ്രയാസങ്ങൾ ആവശ്യങ്ങൾ ക്ഷീണതയോ സർവം തീർത്തിടുന്നു. എൻ പ്രിയന്റെ സ്വരം
എന്നും നടത്തുന്നു. എന്നെ ഈ ലോകയാത്രയിൽ താനാത്മാവിനാലേ എൻ പ്രിയന്റെ സ്വരം എന്നുള്ളിലാനന്ദം. മണ്ണിൽ ഞാൻ ജീവിക്കുമ്പോഴോ എന്നോ എന്നേക്കുമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ ഉണക്കാം. ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഈ സന്ധ്യയിൽ നമുക്കെല്ലാവർക്കും കുടുംബങ്ങളായും സഭയായി ഒന്നിച്ചു വന്ന് ചേർന്ന് തിരുസന്നിധിയിലായിരിക്കുന്നതിനും കർത്താവെ പാടി സ്തുതിക്കുന്നതിനും തിരുവചനം വായിക്കുന്നതിനും തിരുവചനം കേൾക്കുന്നതിനും എല്ലാമായിട്ട് നൽകിയിരിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മ ഒരുക്കുവാനായിട്ട് ഗൂഗിൾ മീറ്റ് വഴി ഒരുക്കുവാനായിട്ട് മുൻകൈ എടുത്തിരിക്കുന്ന നമ്മളുടെ സഭാശുശ്രൂഷകനായ ജോസ് കെ മാത്യു സാറിന് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കാം. ഈ ആഴ്ച തോറുമുള്ള ഈ കൂട്ടായ്മ നമ്മളുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഒരു കൂട്ടായ്മയ്ക്കും വളരെ പ്രയോജനം ചെയ്യുന്നതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ സമയം നമുക്ക് പ്രത്യേകിച്ച് നമ്മളുടെ കൊച്ചിൻ ഡയസിസിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൊച്ചിൻ ഡയസിസിന്റെ നമ്മുടെ ബിഷപ്പായ BN ഫെൻ തിരുമേനിക്ക് വേണ്ടിയും സഖി കൊച്ചമ്മയ്ക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. കൊച്ചിൻ ഡയസിസിലെ എല്ലാ അച്ഛന്മാരെയും എല്ലാ പട്ടക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാ സഭാ ശുശ്രൂഷന്മാരെയും നമുക്ക് തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ വളരെയധികം നിയന്ത്രിതമായ കാര്യങ്ങളിൽ കൂടി മാത്രം അവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഈ അവസരങ്ങൾ തങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും ഭംഗിയായി നിർവഹിപ്പാൻ തക്കവണ്ണം അവരുടെ വേലയിൽ വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മളുടെ സഭയിലെ ശുശ്രൂഷകനായ ശ്രീ ജോസ് കെ മാത്യു സാറിനെയും കുടുംബത്തെയും തൃക്കരങ്ങൾ പരമേൽപ്പിക്കാം. എല്ലാ കാര്യങ്ങളിലും കുടുംബ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും തൻ്റെ ശുശ്രൂഷ മേഖലകളിലും പ്രത്യേകിച്ച് കൂടെ ഇരുന്ന ദൈവം പരിശുദ്ധാത്മാ കൃപയാൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം നോർമലായി എത്രയും പെട്ടെന്ന് എൻ്റെ പട്ടത്തെ ശുശ്രൂഷയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിനായിട്ടും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ സഭയുടെ മുൻ പട്ടക്കാരനായ ജെയിംസ് തോമസ് അച്ഛൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കൊച്ചമ്മയും മക്കളെയും അച്ഛൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ എല്ലാ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും മെമ്പേഴ്സിനെ അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയും വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടിയും സൺഡേ സ്കൂളിന് വേണ്ടിയും സൺഡേ സ്കൂളിൽ നയിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും യൂത്ത് ലീഗിന് വേണ്ടിയും കൊയറിന് വേണ്ടിയും എല്ലാം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭയിൽ സുഖമില്ലാതെ രോഗികളായിട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ തൊട്ട് സൗഖ്യമാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെയോ മറ്റേതെങ്കിലും അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ ദൈവം തൊട്ട് സൗഖ്യമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് പ്രായാധിക്യത്തിന്റെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ യുവാക്കളെ പ്രത്യേകം അവർക്ക് പ്രാർത്ഥിക്കാം. ജോലിക്കായിട്ട് ശ്രമിക്കുന്നവരെയും ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രയത്നിക്കുന്നവരെയും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എല്ലാ കോളേജ് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈനായിട്ടുള്ള അവരുടെ ക്ലാസ്സസും എക്സാമിനേഷൻസും മറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. +2 പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുന്ന നമ്മുടെ കുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റു CBSEയിലും മറ്റും പഠിച്ച് പരീക്ഷ ക്യാൻസലായി പോയി അവർക്കുള്ള ഇനി മാർക്സ് നിശ്ചയിച്ചു വരുമ്പോൾ
ദൈവമേ അത് അവർക്ക് ഏറ്റവും പ്രയോജനകരമായ വിധത്തിൽ നല്ല മാർക്ക് ലഭിക്കാൻ തക്കവണ്ണം അവർക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. അതേ തുടർന്ന് മറ്റേ എൻട്രൻസ് എക്സാമിനേഷൻസ്, നീറ്റ്, JEE മുതലായ എല്ലാ എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും മറ്റെല്ലാ നമ്മളുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും മറ്റെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ. എല്ലാ ഭരണാധികാരികൾക്കും വേണ്ട ജ്ഞാനവും വേഗവും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് നടത്തുന്നതിനും ഏറ്റവും ഭംഗിയായി ജനങ്ങളുടെ സേവനത്തിനായിട്ട് അവർ നിലനിൽക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് പ്രയത്നിക്കുന്നതിന് വേണ്ടിയും ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നതിന് വേണ്ടി അവർ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോക നേതാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇസ്രായേൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ദിനം പ്രതി ഓർക്കാം. അവിടെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ പത്രത്തിൽ അറിയുന്നുള്ളൂ. പുതിയൊരു ഗവൺമെന്റ് അവിടെ അധികാരമേറ്റിരിക്കുന്നു. ബെനറ്റിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗവൺമെന്റ് വന്നിരിക്കുന്നു. ഇസ്രായേൽ നത്തിയെ നോക്കിക്കൊണ്ട് നമ്മൾ ലോകത്തിന്റെ ഗതിയെയും കർത്താവിന്റെ വരവിനെയും ശ്രദ്ധയോടെ ഇരിക്കണമെന്നും കരുതലോടെ ഇരിക്കണമെന്നും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്നും കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ഇസ്രായേലിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഇസ്രായേലിന്റെ എല്ലാ നന്മകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതെല്ലാം കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ നമ്മളും ഒരുങ്ങി എത്രയും ശ്രദ്ധയോടെ ഇരിപ്പാനും നമ്മളെ സഹായിക്കണം പ്രാർത്ഥിക്കാം. എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫ്സിന് വേണ്ടിയും പോലീസിന് വേണ്ടിയും ഫയർഫോഴ്സുകാർക്ക് വേണ്ടിയും മിലിറ്ററിയിലുള്ളവർക്ക് വേണ്ടിയും ആംബുലൻസ് ഡ്രൈവേഴ്സിന് വേണ്ടിയും അങ്ങനെ ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് തിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ സഭയുടെ സെക്സ്റ്റന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നതിനായ ഞങ്ങളുടെ സുഖപിതാവാം ദൈവമേ, അവിടുത്തെ മക്കളാവുന്ന ഞങ്ങളെ ഈ സന്ധ്യാസമയത്ത് കർത്താവെ തിരുസന്നിധിയിൽ കൂട്ടിച്ചേർത്തിന് കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി തന്നിരിക്കുന്ന ഈ വലിയ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവർ മധ്യ എഴുന്നള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള കർത്താവെ, ഞങ്ങൾ വെള്ളിയാഴ്ചകൾ തോറും വൈകുന്നേരം സമയങ്ങളിൽ ഈ അല്പസമയം തിരുസന്നിധിയിൽ കർത്താവെ അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വചനം ഘോഷിക്കാനിരിക്കുന്ന ദാസിയെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ വചന പഠനത്തിലൂടെയും വചന ധ്യാനത്തിലൂടെയും കർത്താവെ ഞങ്ങൾക്ക് ആത്മീയമായ ഒരു ഉണർവുണ്ടാകുന്നതിന് ആത്മീയമായി കർത്താവെ ഞങ്ങൾ വളർന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ വചനങ്ങളെയും എല്ലാ കാര്യങ്ങളും അവിടുന്ന് കേൾക്കുമല്ലോ കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ ഏറ്റവും അപേക്ഷകളെല്ലാം കർത്താവെ അവിടുന്ന് കേട്ട് ഞാൻ ഉത്തരം വരലുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കർത്താവെ. ഞങ്ങൾ കുടുംബങ്ങളായും സഭയായി അവിടുത്തെ തിരുസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ ഈ സ്തുതി സ്തോത്രങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം അങ്ങേക്ക് ഏറ്റവും പ്രസാദമായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ ഈ വചന ധ്യാനത്തിൽ കൂടെ ഇരിക്കണമേ. സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരണമേ. ആമേൻ. ആമേൻ. തിരുവചന ധ്യാനത്തിനായി നമുക്ക് ഒരുങ്ങാം. അതിനു മുൻപായി നമ്മെ പാട്ടിന് നേതൃത്വം നൽകുന്ന അലക്സ് ആൻഡ് ഫാമിലിയാണ്. അതിനുശേഷം തിരുവചന ധ്യാനവും ശ്രദ്ധിക്കും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനവരെ നാം ഘോഷിക്കാം. അവനത്രേ പാപകരൻ, ജീവനെയും വീണ്ടെടുത്തു. അവനത്രേ
പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താൻ എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണാടി പൊൻകരത്താൽ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണാടി പൊൻകരത്താൽ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. നമുക്ക് മുൻ ചെന്നതാം വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം, അനുദിനം തരും അവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതിസന്തോഷത്താൽ, അനുദിനം തരും അവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കരകണതാഴിയിൽ വലയുവോരേ, കരുണയിൽ കാക്ഷിക്കും മൃഗപ്രായരെ. വരികവച്ചാരത്തു ബന്ധിതരെ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവച്ചാരത്തു ബന്ധിതരെ, തരുമവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ധ്യാസമയത്തിന് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിന്നെ ആരാധിപ്പാനും നിന്നെ പാടി സ്തുതിപ്പാനും നീ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. നീ തന്നതല്ല ഞങ്ങൾക്കൊന്നുമില്ല നാഥ. ഈ സമയത്തെ നീ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട ജോസാറ് തിരഞ്ഞെടുത്ത് ഈ വേദഭാഗം നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതാണ്. എന്നാൽ വീണ്ടും ഈ ഭാഗം ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം, ഞാൻ പല പ്രാവശ്യം ഈ വേദഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും പല പ്രസംഗങ്ങൾ ഇതിനെ ആസ്പദമാക്കി കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും കേൾക്കാത്ത ഒരു ചിന്ത സാറിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. 19 അധ്യായം 4 വാക്യം, അവൻ മുന്നോട്ട് ഓടി. സാർ ഈ വാക്യം ഈ വാക്ക് 2-3 പ്രാവശ്യം സ്ട്രെസ് ചെയ്ത് തന്നെ പറയുകയുണ്ടായി. അവൻ മുന്നോട്ട് ഓടി. ആരാണ് മുന്നോട്ട് ഓടിയതെന്നും എന്തിനാണ് ഓടിയതെന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം. സക്കായിയാണ് മുന്നോട്ട് ഓടിയത്. യേശുവിനെ കാണാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ടാണ് സക്കായി മുന്നോട്ട് ഓടുന്നത്. ഈ മുന്നോട്ട് ഓടുമ്പോഴും നമ്മൾ അതിനകത്ത് ദർശിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു സഞ്ചരിച്ചിരുന്ന എല്ലാ വഴികളും തന്നെ സക്കായിക്ക് നിശ്ചയമായിരുന്നു, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയാമായിരുന്നു. യേശു ഇന്ന സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ ഓടുവാനായിട്ട് സക്കായിക്ക് സാധിച്ചത്. അവിടെ എത്തിയ സക്കായി ഒരു നിമിഷം അവിടെ നിന്നൊന്ന് ചിന്തിച്ച് കാണും, അയ്യോ, എൻ്റെ ശാരീരികമായ ഒരു ബലഹീനത, എൻ്റെ പൊക്കക്കുറവ്, ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് യേശുവിനെ കാണാൻ സാധ്യമല്ലായിരിക്കും. പിന്നെ യേശുവിൻ്റെ കൂടെ എപ്പോഴും ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നതായിട്ട് സക്കായി മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലും എനിക്ക് ചിലപ്പോൾ യേശുവിനെ കാണാൻ സാധ്യമല്ലാതെ വരുമോ? ആ ചിന്തയാവണം
സക്കായിയെ മരത്തിന്റെ മുകളിലേക്ക് കയറുവാൻ പ്രേരിപ്പിച്ചത്. ആ മരത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ സക്കായി യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചല്ലാതെ സക്കായി യേശു കാണണമെന്ന് സക്കായി ആഗ്രഹിച്ചു എന്നും എനിക്ക് സംശയമാണ്. പിന്നെ സക്കായിയുടെ 2 പ്രതിബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിന്തിക്കാറുള്ളത് സക്കായി ഒരു ജനസമ്മതൻ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സക്കായിയെ ആ കൂട്ടത്തിൽ ചെന്നാല് അവർ ഇടം കൊടുത്ത സക്കായിയെ മുന്നോട്ട് കടത്തി വിടും. എന്തുകൊണ്ടാണ് ജനസമ്മതനല്ലാതിരുന്നത് അതും നമുക്കറിയാം. റോമൻ സാമ്രാജ്യത്തിൽ ചുങ്കം പിരിച്ചിരുന്ന ചുങ്കത്തേക്കാൾ കൂടുതൽ അമിതമായ പണം ഈടാക്കിയിരുന്നുള്ള ഇങ്ങനെ ഒരാളെ ആ ജനസമൂഹത്തിന്റെ ഇടയിൽ കൂടെ ചെന്നാൽ പോലും മുൻപോട്ടോ യേശു നിൽക്കുന്നിടത്തോട്ടോ കയറ്റിവിടാൻ ആ ജനബാഹുല്യം അല്ലെങ്കിൽ ജനങ്ങൾ തടസ്സമായനെ. എന്തായാലും ഈ 3 പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് സക്കായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. സക്കായിയുടെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നു. നമ്മൾ മുന്നോട്ടോടാൻ ആഗ്രഹിക്കുന്നവരാണ്. യേശുവിനെ കാണണമെന്നും യേശുവിന്റെ ശബ്ദം കേൾക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ചില പ്രതിബന്ധങ്ങൾ അല്ലെ നമ്മുടെ ചില പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. മുന്നോട്ടോടാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മൾ വിളിക്കാറുണ്ട്, യേശുവെ എന്നോട് രക്ഷിക്കണമേ, എന്നോട് കരുണ തോന്നണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഒരു ചൂട് മുന്നോട്ട് വെച്ച് ഈ പ്രതിബന്ധങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനൊന്ന് മുന്നോട്ട് ഓടിയാൽ എനിക്ക് യേശുവിനെ കാണാമെന്ന് നാം ചിന്തിക്കാറില്ല. നാം സ്വയം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഇതെന്ന് ഈ സക്കായിയുടെ മുന്നോട്ടോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സക്കായി എന്ന പദത്തിന്റെ അർത്ഥം ധർമ്മിഷ്ഠൻ, ദാനശീലൻ, ദയാലു, ശുദ്ധിയുള്ളവൻ എന്നൊക്കെയാണ്. സക്കായിയുടെ പേരും അല്ലെങ്കിൽ അതിന്റെ അർത്ഥവും സക്കായിയുടെ ജോലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഈ അർത്ഥങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ധർമ്മിഷ്ഠനായിരുന്നില്ല, ദാനശീലനായിരുന്നില്ല, ശുദ്ധിയുള്ള ഒരു കൈ ഉണ്ടായിരുന്നെങ്കിൽ, കരമുണ്ടായിരുന്നെങ്കിൽ അമിതമായി പണം ഈടാക്കുകയില്ലായിരുന്നു, ദയാലു അല്ലായിരുന്നു. ഇതൊക്കെ മാനുഷികമായ നമ്മുടെ ചിന്തകളാണ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നാലും യേശു കടന്നു വരികയാണ്. വളരെയധികം ആൾക്കൂട്ടം കൂടെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് വിശ്വസിക്കാം. സക്കായി ഇരുന്നതായ ആ മരത്തിന്റെ ചൂട്ടിൽ വന്നപ്പോൾ യേശു അവിടെ നിൽക്കുകയാണ്. കാരണം സക്കായി അവിടെ ഉണ്ടെന്ന് യേശുവിന് അറിയാമായിരുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഉറങ്ങുന്നതും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ചിന്തകൾ പോലും അറിയാമാവുന്ന യേശുവിന് സക്കായി എവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പായ കാര്യമായിരുന്നു. സക്കായി അവിടെ നിന്ന് ആ മരത്തിന്റെ ചുവട്ടിൽ യേശു വന്ന് നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് യേശു മേലോട്ട് നോക്കി. തേടി വരുന്നതായ സ്നേഹം, നമ്മെ തേടി വരുന്നതായ സ്നേഹം, സക്കായിയെ തേടി വന്നതായ സ്നേഹം. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു 3 കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. സക്കായിയെ പേര് ചൊല്ലി വിളിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരും ഇതുപോലെ യേശു പേര് ചൊല്ലി വിളിക്കുന്നു. നിങ്ങളെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ആ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന യേശുവിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരറിയാം. സക്കായിയെ പേര് ചൊല്ലി വിളിക്കുന്നു. പിന്നീടോ സക്കായിയോട് പറയുകയാണ്, നീ വേഗം ഇറങ്ങി വാ. സക്കായിയോട് ആ മരത്തിൽ നിന്ന് വേഗം ഇറങ്ങി വരാനാണ് പറയുന്നത്. യേശു നമ്മളോടും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ജോളിയെ, നീ ഒന്ന് ഇറങ്ങി വാ. ഏതിൽ നിന്നൊക്കെയാണ് നാം ഇറങ്ങി വരേണ്ടത്? നമ്മുടെ അഹങ്കാരം, നമ്മുടെ അഹംഭാവം, മറ്റുള്ളവരോട് സ്നേഹമില്ലായ്ക, സഹതാപമില്ലായ്ക, കരുണയില്ലായ്ക, പിറുപിറുപ്പ്, പരദൂഷണം, നിരപ്പില്ലായ്മ, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നീ ഒന്ന് ഇറങ്ങി വരാനാണ് യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത്. സക്കായിയോട് ആ മരത്തിൽ നിന്ന് ഇറങ്ങി വരാനാണെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന നീ വലിയ പടവുകളൊക്കെ കെട്ടി വളരെ ഉയരത്തിൽ കയറിയിരിക്കുകയാണ്,
അതല്ലെങ്കിൽ സക്കായിയെ പോലെ ഒരു മരത്തിന്, ആ മരത്തിന്റെ മുകളിൽ ഒരു ഏറുമാടം കൂടെ കെട്ടി നീ ഇരിക്കുകയാണ്. ഇവയെല്ലാം നീ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നീ അവിടെ ഇരിക്കുന്നത്. നീ അവിടെ നിന്നൊക്കെ താഴേക്കൊന്ന് ഇറങ്ങി വാ. അങ്ങനെ ഇറങ്ങി വന്നാലേ എനിക്ക് നിന്നോട് കൂടെ ആകുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഇറങ്ങിവരമാണ് എനിക്ക് ആവശ്യം. അതാണ് യേശു നമ്മളോടും ആവശ്യപ്പെടുന്നത്. സക്കായി ബന്ധപ്പെട്ട് ഓടി ഇറങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ എന്നെ തന്നെ സ്വയം ഇവിടെ ബന്ധിപ്പിച്ച് ആലോചിക്കാറുണ്ട്. ജോളിയെ നീ ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ എൻ്റെ യേശുവെ ഇത്രയെല്ലാം കാര്യങ്ങൾ ഇട്ടിട്ട് എനിക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? എനിക്കിതെല്ലാം ഇല്ലേ? അഹങ്കാരമുണ്ട്, അഹംഭാവമുണ്ട്. പക്ഷെ നാം സ്വയം അങ്ങനെ ചിന്തിക്കാറുണ്ടോ നമുക്കറിയത്തില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് എനിക്കൊരു ഇറങ്ങി വരവുണ്ടാകുന്നത്? ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ഇറങ്ങി വരാൻ പറ്റുന്നത്? സക്കായി ഇറങ്ങി വരുന്നു. അടുത്ത വാക്യം കാണുന്നത് അവനെ കൈക്കൊണ്ടു. യേശു സക്കായിയെയും സക്കായി യേശുവിനെയും കൈക്കൊണ്ടു. ഒരു ഫെലോഷിപ്പിന്റെ അനുഭവം, ഒരു കൂട്ടായ്മയുടെ അനുഭവം. തേടി വന്ന യേശു, നമ്മളെ പേര് ചൊല്ലി വിളിച്ച യേശു, നമ്മുടെ ഇറങ്ങി വരവിൽ കൂടി നമ്മളിൽ ഒരു കൂട്ടായ്മ, ഒരു ആത്മീയ കൂട്ടായ്മ, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള ഒരു ദൃഢമായ ഒരു ബന്ധം അവിടെ ഉണ്ടാകുകയാണ്. യേശുവിനെ കണ്ട പാടെ സക്കായി എന്താണ് പറയുന്നത്? യേശുവേ, ഞാൻ അമിതമായി വാങ്ങിച്ചതെല്ലാം അതിന്റെ ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുത്തുകൊള്ളാം. എല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സ്വയം ചെയ്തു പോയ തെറ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കി പറയാണ്, ഞാൻ ഇതെല്ലാം തിരിച്ചു കൊടുത്തോളാം. അവിടെ യേശുവിന്റെ ഒരു പ്രസംഗം സക്കായി കേൾക്കുന്നില്ല. അല്ലെങ്കിൽ യേശു സക്കായിയുടെ തലയിൽ കൈവച്ച് നീ ഇന്നതൊക്കെ ചെയ്തെങ്കിലേ നിനക്ക് പാപത്തിൽ നിന്ന് മോചനമുള്ളൂ, അല്ല നീ ന്യായവിധിയിൽ ഉൾപ്പെടാതിരിക്കുകയുള്ളൂ എന്നൊന്നും യേശു അവിടെ പറയാട്ടെ. അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും അവിടെ നടന്നില്ല. സക്കായി സ്വയം പറയാം. അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് വായിക്കുന്ന ഭാഗം ഞാൻ ആലോചിക്കാറുണ്ട്, സക്കായി ന്യായപ്രമാണങ്ങൾ വായിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അത് വിശ്വസിച്ചിരുന്നോ എന്നുള്ളത് നമുക്കറിയാം. നമ്മളും എല്ലാം വായിക്കുന്നവരാണ്. എത്രത്തോളം നമ്മളത് വിശ്വസിക്കുന്നുവെന്ന് നമുക്ക് സ്വയമേ അറിയില്ല. ഏതായാലും സക്കായി ന്യായപ്രമാണങ്ങൾ വായിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നിരിക്കാം. ഇത് പറയാനുള്ള കാരണം ലേവ്യ പുസ്തകം 6:5 സംഖ്യാപുസ്തകം 5:7 പറയുന്നുണ്ട്, നമ്മൾ അമിതമായി കവർച്ച ചെയ്തതെല്ലാം തിരിച്ചു കൊടുക്കാൻ അനുശാസിക്കുന്നുണ്ട്. അപ്പൊ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നോണ്ടായിരിക്കാം യേശുവിനെ കണ്ടപാടെ സക്കായി പറയുകയാണ്, ഞാൻ എല്ലാം അമിതമായി വാങ്ങിയിട്ടുള്ളതല്ല അതിന്റെ ഇരട്ടിയായി കൊടുത്തോളാം. അങ്ങനെ അവിടെ തന്നെ സക്കായിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുകയാണ്. അവിടെ നിന്ന് അവർ ഭവനത്തിലേക്ക് കടന്നു പോകും. ഈ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന സമയത്തും മറ്റുള്ള ആൾക്കാർ പറഞ്ഞ പലതും കേൾക്കാം. പിറുപിറുക്കുന്നുണ്ട്. പാപിയായ ഒരു മനുഷ്യനുകൊണ്ട് അവൻ പാർപ്പാൻ പോകുന്നു. നമുക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും ഉണ്ടാകാം. നമ്മളെ ഓരോരുത്തരെയും വിമർശിക്കുന്നവരെയും, ഞാൻ മറ്റുള്ളവരെയും വിമർശിക്കാറുണ്ടോ അവരോ അവരുടെ കൂടോ. അപ്പൊ ആ ഒരു ചിന്ത. പക്ഷെ യേശുവിനെ സക്കായിക്കും ഇതൊന്നും അവിടെ തോന്നിയതേയില്ല. മറ്റുള്ളവരുടെ പിറുപിറുപ്പോ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുമെന്നൊന്നും ചിന്തിച്ചില്ല. അവർ ആ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. ഏതാണ് യേശു ആഗ്രഹിക്കുന്ന നമ്മുടെ ഭവനം? നമ്മുടെ ഹൃദയമാണ് യേശു ആഗ്രഹിക്കുന്ന ഭവനം. സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് പറയുന്നുമുണ്ട്. എന്നാൽ ആദ്യമേ യേശു കടക്കുന്നത് സക്കായിയുടെ ഹൃദയമാകുന്ന ഭവനത്തിലേക്കാണ്. യേശു ആഗ്രഹിക്കുന്നു, നമ്മളെ ഓരോരുത്തരെ കൊണ്ട് ആഗ്രഹിക്കുന്നു. അതാണ്, ഞാൻ നിന്റെ ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നമ്മൾ പലപ്പോഴും തുറക്കാൻ തയ്യാറുള്ളവരല്ല. പലതും വിട്ടുപോകാൻ, പലതിൽ നിന്ന് ഇറങ്ങി വരുവാൻ നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ തന്നെ നമുക്കൊരു മാനസാന്തരത്തിന്റെ അനുഭവം അല്ലെങ്കിൽ ഒരു രക്ഷയുടെ അനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. യേശു ആ ഭവനത്തിലേക്ക് വന്നു. ആ ഭവനം മുഴുവനും രക്ഷ പ്രാപിച്ചതായിട്ട് പറയുന്നു. നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയൊക്കെയും ചെയ്യുന്ന സമയത്ത് ഈ സ്നേഹങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? തേടി വരുന്നതായിട്ടുള്ള സ്നേഹം, നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നതായിട്ട് ഉള്ള ഒരു സ്നേഹം,
നമ്മുടെ ഇറങ്ങി വരവിൽ കൂടി നമ്മളുമായിട്ടൊരു കൂട്ടായ്മയാകുന്ന സ്നേഹം, ഒരു ആത്മീയ ബന്ധം, നമ്മുടെ ഭവനത്തിലേക്ക് യേശു വരുന്നതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. നമുക്കിതിലേക്കൊന്ന് പോകാം. നമ്മൾ സഭയായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കൂടിയിരിക്കുന്നു. നമ്മൾ 2 or 3 പേർ വരുന്നിടത്തൊക്കെയും യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കർത്താവെ, നീ ഞങ്ങളെ തേടി വന്നതാണ്, നീ ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചതാണ്, ഞങ്ങളുടെ ഇറങ്ങി വരവിൽ കൂടി നീ ഞങ്ങളുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനാണ്. നീ ഞങ്ങളുടെ ഭവനത്തിൽ വരണമെന്നും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, നിനക്കും ആഗ്രഹമുണ്ട്. അതിന് തക്കോണം ഞങ്ങളെ ഒന്ന് ഉടച്ചു വാർക്കുവാൻ യേശുവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഈ സഭയിൽ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ഞങ്ങളിലുള്ള എല്ലാ അഹങ്കാരത്തെയും അഹംഭാവത്തെയും ഞങ്ങളുടെ നിരപ്പില്ലായ്മയും സ്നേഹമില്ലായ്മയും ഒക്കെ ഒന്ന് ഞങ്ങളിൽ നിന്ന് മാറ്റി ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിപ്പാൻ, കർത്താവെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, സഭയിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒക്കെ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇത്രയും സമയം എനിക്ക് തന്ന, എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ അറിയിച്ചുകൊള്ളും. ദൈവനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ജോസാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് നന്ദി. നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുകയും നിത്യമായി പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമേ, ഒരു നല്ല ദിവസത്തിന്റെ വൈകിയവേളയിൽ കൂടി തിരുസന്നിധിയില് സഭയായി ഒന്നിച്ചു വരുവാൻ ലഭിച്ച നല്ല സാവകാശനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന പരസ്പരം കാണുന്നതിനും ദൈവസന്നിധിയിൽ ഒന്നിച്ചിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുന്നു, ദൈവത്തിന്റെ മുഖത്തേക്കും അവിടുത്തെ തിരുവചനത്തിലേക്കും ഒക്കെ നോക്കുവാൻ ലഭിക്കുന്ന നല്ല സാവകാശനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അങ്ങയുടെ വാത്സല്യമുള്ള മക്കളെയും അവിടുന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. തങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കുകളുടെ മധ്യത്തിൽ ഇത്രത്തോളം സമയം കണ്ടെത്തുവാൻ ലഭിക്കുന്ന വലിയ അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം. എല്ലാ ദൈവിക നന്മകളാല് അനുഗ്രഹങ്ങളാല് നിറച്ചാടുന്നു. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൂടിയും വ്യത്യസ്തമായ ഇടങ്ങളിലൊക്കെ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം അനുഭവിക്കാൻ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ തിരുവചനത്തിൽ കൂടി കേട്ടതുപോലെ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിച്ചാട്ടെ, ശക്തീകരിച്ചാട്ടെ. ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തോട് ചേർന്ന് ചെയ്യുവാൻ തുടർന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയൊക്കെ സഭയിലൂടെ കേട്ട് മറുപടി നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എന്നേക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം ഏവരോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പങ്കെടുത്ത എല്ലാവരോടും